സൈബർ ആക്രമണത്തിൽ CPIM നേതാവ് KJ ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ നിന്ന് കേസെടുത്തേക്കും. വിവാദത്തിൽപ്പെട്ട വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും നിയമ നടപടി സ്വീകരിക്കും. സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിൽ തന്നെ പിന്തുണച്ചവർക്ക് KJ ഷൈൻ നന്ദി അറിയിച്ചു. നിതിൻ അമ്പൂജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യം വാർത്തയായി കൊടുത്തവർ ഇതിനെ എന്താണ് അവഗണിക്കുന്നത്, ഈ വൈപ്പിൻ MLA കാര്യം എന്ന് പറയുന്നു. വിവരങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ എറണാകുളത്തെ രണ്ട് പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർക്കെതിരെ വ്യാപകമായ ഒരു അപവാദ പ്രചരണമാണ് സൈബറിടത്തിൽ നടക്കുന്നത്. ഒരു യൂട്യൂബർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടുന്നു, അതിനുശേഷം പിന്നീട് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ വ്യാപകമായ നിലയിൽ ഒരു അപവാദ പ്രചരണം അത് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെതിരെയും അതോടൊപ്പം തന്നെ CPMന്റെ വനിതാ നേതാവായ KJ ഷൈനെതിരെയും നടത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ സൈബർ ആക്രമണം ശക്തമായതോടുകൂടി രൂക്ഷമായതോടുകൂടിയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ പ്രതികരണത്തിൽ ഫേസ്ബുക്കിലൂടെ KJ ഷൈൻ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. സ്വന്തം നഗ്നത മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇവിടെ നടക്കുന്നതെന്ന ഒരു പ്രതികരണമാണ് KJ ഷൈൻ്റെ ഭാഗത്തും നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികരണം. ഇതിനു പിന്നാലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി KJ ഷൈനും അതോടൊപ്പം തന്നെ KN ഉണ്ണികൃഷ്ണൻ നടത്തുന്ന നിയമ പോരാട്ടത്തിന് പൂർണ്ണമായി പിന്തുണ അറിയിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സാണ് ഇതിനു പിന്നിൽ, കോൺഗ്രസിന്റെ ജാള്യത മറയ്ക്കാനാണ്, ജീർണത മറയ്ക്കാനാണ് ഇത്തരമൊരു അപവാദ പ്രചരണം നടത്തുന്ന പ്രതികരണമാണ് CPM നടത്തിയത്. ഇതിന് DCC ഉടൻ തന്നെ DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചടിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. CPMനകത്തെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ തലയിൽ ചാരേണ്ട അല്ലെങ്കിൽ ചുമത്തേണ്ട എന്ന ഒരു പ്രതികരണമാണ് എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPMും അതോടൊപ്പം തന്നെ കോൺഗ്രസും ആരോപണ പ്രത്യാരോപണങ്ങളായി ഇപ്പോൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് ഇരുവരും ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ഇന്ന് കേസെടുക്കുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.